ഇനി പറയുന്നതെല്ലാം ഒന്നാമത്തെ കാര്യം നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കിയാൽ അതിന്റെ തുടർച്ചയാണ് മറ്റുള്ളതെല്ലാം. ഭൗതിക മനുഷ്യൻ ആത്മീയ മനുഷ്യനായി മാറുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന്. മൂന്നാമത്തേത്, തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന മനുഷ്യനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനായി രൂപാന്തരപ്പെടുത്തുന്നു. നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആലോചിക്കാനൊന്നുമില്ല. നമ്മളിപ്പോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നീ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? എനിക്ക് വേണ്ടി തന്നെ, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയും, കുറച്ചും കൂടി കൂട്ടിയിട്ട് പറയും, അച്ഛാ മക്കൾക്ക് വേണ്ടിയാണ് അച്ഛാ ജീവിക്കുന്നത്. മക്കൾ എന്ന് പറഞ്ഞാൽ an extension of your existence. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി തന്നെ എന്നാണ് അതിന്റെ അർത്ഥം. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് ഭർത്താക്കന്മാരാരും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. നിങ്ങൾ ഇടയ്ക്കൊക്കെ അങ്ങനെ പറയുന്നതല്ല. പ്രിയപ്പെട്ടവര്, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്താലാണ്, നല്ല ഇത് വിളിച്ചാലാണ് തിരിച്ച് അങ്ങോട്ട് പോത്തേന്ന് വിളിച്ചാൽ ഇങ്ങോട്ട് എന്ത് വിളിക്കും? ഹല്ലേലൂയ. തിരിച്ചു വരിക. അച്ഛൻ പറഞ്ഞു വരുന്നത്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി നമ്മൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നാണ് ചോദ്യം. ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണോ ദൈവരാജ്യത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്നവരൊന്ന് കൈ ഉയർത്തി. ഒത്തിരി പേര് കരമുയർത്തിയിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വേണ്ടി തന്നെ എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ ഭക്ഷണം, എൻ്റെ വസ്ത്രം, എൻ്റെ ആരോഗ്യം, എൻ്റെ വാഹനം, എൻ്റെ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവര് ഈശോയുടെ എന്ന് പറഞ്ഞ്, ഈശോയുടെ രാജ്യം, ദൈവത്തിന്റെ ജോലി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരായി രൂപാന്തരപ്പെടും. അങ്ങനെ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒരഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം. കൈയടിച്ച് കർത്താവിന് നന്ദി. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ.